ഈ വീഡിയോയിൽ നമ്മൾ ഇസ്രായേലിൻ്റെ ഉള്ളിൽ നടന്ന ഇന്നലെ ഒരു ബന്ദിക്കൈമാറ്റം എന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ച് മൃതശരീരം കൊടുത്തയച്ചല്ലോ ഈ കൊച്ചു കുട്ടികളുടെ. അപ്പം അതിൽ ഈ കൊച്ചു കുട്ടികളെ ഈ ഫോറൻസിക് ടെസ്റ്റ് നടത്തി കൊണ്ടുവന്ന 4 മൃതദേഹങ്ങളും ഫോറൻസിക് ടെസ്റ്റ് നടത്തിയപ്പോഴത്തേക്കും അതിനകത്ത് ഈ കുട്ടികളുടെ അമ്മയുടെ ഷിരി ബിബാസ് എന്ന് പറഞ്ഞ ആളുടെ ബോഡി അതല്ല എന്നുള്ളൊരു തിരിച്ചറിവാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സംഭവിച്ചിരിക്കുന്ന ഒരു അനോണിമസ് ബോഡിയാണ് അവർ കൊടുത്തയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആ കോഫിൻ പാക്ക് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. അടയാളം കണ്ടെത്താൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ബോഡി. അപ്പൊ ഇവന്മാര് ആരെ കൊടുത്തയക്കുന്നു, എന്ത് രീതിയിൽ കൊടുത്തയക്കുന്നു, ഇവർക്ക് തന്നെ ഒരു പിടുത്തമില്ല എന്നുള്ള അവസ്ഥയിലാണ് ശരിക്കും ഈ ഒരു ബന്ദികൾ. ഈ ബാക്കിയിരിക്കുന്ന ബന്ദികളൊക്കെ തന്നെ ഇവരുടെ കയ്യിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ഒരു വലിയ ചോദ്യചിഹ്നമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇസ്രായേലിന്റെ ഉള്ളിൽ ഈ ഒരു കൊച്ചുകുട്ടികളുടെ മൃതശരീരം വന്നതിനെ തുടർന്ന് മൊത്തത്തിൽ തന്നെ ഇസ്രായേലിന്റെ ഉള്ളില് ഹമാസിനെതിരെ, അതായത് ഈ ഒരു ഗാസയ്ക്കെതിരെ തന്നെ പറയാം, ആ രീതിയിലുള്ള ഒരു വികാരമാണ് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. ഹമാസിനെ പൂർണ്ണമായും തുടച്ചെറിയണം എന്നുള്ള നിലയിലുള്ള വാഗ്ദാനങ്ങൾ, പല രീതിയിലുള്ള സ്ലോഗനുകൾ, പല രീതിയിലുള്ള ഹോർഡിങ്സ് ഒക്കെ ഇസ്രായേലിന്റെ ഉള്ളിൽ പ്രത്യക്ഷപ്പെടുന്നുള്ളതാണ്. ബന്ദികളെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിനെതിരെ ഇത്രയും നാൾ നടന്നുകൊണ്ടിരുന്ന ആ ഒരു പ്രക്ഷോഭമുണ്ടല്ലോ, ആ പ്രതിഷേധ പ്രക്ഷോഭങ്ങൾ, അതെല്ലാം തന്നെ ഇപ്പം ഗവൺമെന്റിന്റെ സപ്പോർട്ടായിട്ട് മാറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതൊക്കെ തന്നെയാണ് നമ്മൾ പണ്ട് തൊട്ടേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഒരു ബന്ദികളെ കൈമാറി വരുമ്പോഴത്തേക്കും ഈ ഒരു നിലയിലേക്ക് എത്തും. കാരണം വേറെ ഒന്നുമില്ല, ആദ്യം നല്ല ഹാപ്പി ആയിട്ട് ഇവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഇപ്പൊ വളരെ സങ്കടകരമായിട്ടും പരിതാപകരമായിട്ടും മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇത് ശരിക്കും ഇസ്രായേലിന്റെ ഉള്ളിൽ ഓരോരുത്തരെയും വേദനിപ്പിക്കും. അതുകൊണ്ട് തന്നെ വികാരപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെടും. ഇത് സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പൊ അതുപോലെ ഗ്ലോബൽ അറ്റൻഷൻ നേടി എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഗ്ലോബൽ അറ്റൻഷൻ നേടി ഒരുപാട് രാജ്യങ്ങൾ ഇതിനെ അപലംബിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അർജന്റീന ഇന്നലെ അവരുടെ നാഷണൽ ഡേ ആയിട്ട് പ്രഖ്യാപിച്ചു, നാഷണൽ ദുഃഖാചരണ ഡേ. കാരണം വേറെ ഒന്നുമില്ല, ഇസ്രായേലുമായിട്ട് സോളിഡാരിറ്റി പ്രഖ്യാപിച്ചതാണത്. അപ്പൊ ഇതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് നിർബന്ധിതമായിട്ട് ഹമാസിനെ ഗണ്ണിക്കേണ്ട അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. കാരണം ഈ ഒരു കൊച്ചുകുട്ടികളുടെ ഡെഡ് ബോഡി എടുത്തു വെച്ചുകൊണ്ട് പരേഡ് നടത്തിയത് ഒട്ടും തന്നെ ശരിയായില്ല. ഇതേപോലത്തെ ഹീനമായ പ്രവൃത്തി ചെയ്യുന്ന ഒരു ഹമാസ് എന്നുള്ള നിലയിലുള്ള കണ്ടംപ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് യുണൈറ്റഡ് നേഷൻസ്. ആദ്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്. അത് അവർ സ്വമേധയാ പറഞ്ഞതല്ല, പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് തള്ളപ്പെട്ടു എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. നെതന്യാഹു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ഹൗ ക്രൂവൽ ഹമാസ്, ദ വേൾഡ് ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇനി ഇതുപോലെ സാമ്യതയുള്ള ഒരു വിഷയം ഇസ്രായേലിന്റെ ഉള്ളിൽ നടക്കാൻ പാടില്ല. അതിനുവേണ്ടി എന്തെല്ലാം മെഷേഴ്സ് എടുക്കോ അതെല്ലാം എടുക്കും. ഹമാസിനെ പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ഏതെല്ലാം രീതിയിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കും എന്നുള്ളത് നെതന്യാഹു ഒരു ശപഥമായിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇന്നലെ വളരെ ദുഃഖകരമായിട്ടുള്ള, വളരെ സങ്കടപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്പീച്ച് തന്നെയാണ് ഈ 2 കുട്ടികൾ ബ്രൂട്ടലി കൊല്ലപ്പെട്ടതിന്റെ ആ ഒരു വിഷയത്തിനെ കുറിച്ച് നെതന്യാഹു സംസാരിച്ചത് ഇങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോ ഈ ഷിരി ബിബാസ് എന്ന് പറഞ്ഞ ആ ഒരു ലേഡിയുടെ ബോഡി എവിടെയാണ്, അല്ലെങ്കിൽ അവർ ജീവനോടെ ഇരിപ്പുണ്ടോ, നിങ്ങൾ അവരെ വെച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പൊ ആ ബോഡി ഉണ്ടെങ്കിൽ ആ രീതിയിൽ അത് കണ്ടെത്തി ഉടനെ തന്നെ റിട്ടേൺ ചെയ്യണം എന്നുള്ള നിലയിൽ പറഞ്ഞിരിക്കുകയാണ്. ഇതിങ്ങനെ ഡിലേ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ വിഷയം കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ആർക്കാണ്? ഹമാസിന്. അപ്പൊ ഹമാസ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ കുട്ടികളുടെ മരണം സംഭവിച്ചത് IDF-ന്റെ അറ്റാക്കിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും ഹമാസ് പ്രഖ്യാപിച്ചല്ലോ ഈ IDF-ന്റെ സ്ട്രൈക്കിലാണ് ഇവർ കൊല്ലപ്പെട്ടെന്നുള്ളത്. അങ്ങനത്തെ ഡിക്ലറേഷൻ ഒക്കെ വരുന്നതിന് എത്രയോ നാൾക്ക് മുമ്പാണ് ഈ ഒരു കൊലപാതകം നടന്നിരിക്കുന്നതെന്നും ഈ ഫോറൻസിക് ടെസ്റ്റിൽ കണ്ടെത്തിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഹമാസിന്റെ ഈ ഒരു വാദം IDF-ന്റെ ആക്രമണത്തിലാണ് ഈ കുട്ടികൾ കൊല്ലപ്പെട്ടത് എന്നുള്ള വാദത്തിനെ തള്ളിക്കൊണ്ടാണ് ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്. കാരണം ഇവർ പറഞ്ഞ ടൈം ലൈനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തേക്കും IDF-ന്റെ ആക്രമണത്തിന് യാതൊരു സാധ്യതയും ഇല്ലാത്ത സമയത്താണ് ഈ മരണം നടന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇസ്രായേൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇത് ബ്രൂട്ടലി നടന്ന ഒരു കൊലപാതകം തന്നെയാണ്, ഹമാസിന്റെ ഭാഗത്ത് തന്നെയാണ് വീഴ്ച എന്ന് ഉറപ്പുവരുത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. ഗാസയ്ക്കുള്ളില് ഖാൻ യൂണിസ് ഭാഗത്തൊക്കെ ചില ക്ലീനിങ് പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയാണ്. ചെറിയ തോതിലുള്ള ബുൾഡോസേഴ്സ് ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 500 ബുൾഡോസേഴ്സ് മിനിമം വേണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 500 ബുൾഡോസേഴ്സ് കയറ്റിവിടാൻ ഇസ്രായേൽ പെർമിറ്റ് ചെയ്തിട്ടില്ല. ഓൺലി 6 ബുൾഡോസേഴ്സ് കയറ്റിവിടാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. 6 ബുൾഡോസേഴ്സും അതിനൊത്തതായിട്ടുള്ള രീതിയിൽ ഡെബ്രി റിമൂവ് ചെയ്യുന്ന വെഹിക്കിൾസും, ആ ഒരു ലോഡിംഗ് കാരിയർ വെഹിക്കിൾസ്, അതും കൂടെയാണ് അവിടെ പെർമിറ്റ് ചെയ്തിരിക്കുന്നത്. ഖാൻ യൂണിസ് ഭാഗത്തൊക്കെ ക്ലീനിങ് നടക്കുകയാണ്. ഈ വഴികളാണ് ആദ്യം ക്ലീൻ ചെയ്യുന്നത്. അപ്പൊ ഈ വഴികൾ ആദ്യം ഇങ്ങനെ ക്ലീൻ ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ കാണാൻ കഴിയുന്നത്. അല്ലാതെ എൻറ്റയർ ബിൽഡിങ്സ് തകർന്ന് കിടക്കുന്ന ആ ബിൽഡിങ്സ് ഇല്ലേ, ആ ഒരു കോൺക്രീറ്റ് കൂമ്പാരങ്ങൾ, അതൊന്നും എടുത്ത് മാറ്റാനുള്ള സാഹചര്യം ഇപ്പൊ ഇല്ല. അത് എടുത്ത് മാറ്റാനുള്ള കെൽപ്പ് ഈ ഒരു JCBക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരുപാട് ബുദ്ധിമുട്ട് തന്നെയാണ്. അതിന് ഒരുപാട് ക്രാക്കിംഗ് ചെയ്യുന്ന ആ ഒരു ഡ്രില്ലിംഗ് മെഷീൻസ് ഒക്കെ വേണം. കാരണം ഈ ഒരു കോൺക്രീറ്റ് പാളികളൊക്കെ പൊട്ടിച്ച് കളഞ്ഞ് ഇത് JCB കൊണ്ട് കോരിയെടുത്ത് മാറ്റാൻ കഴിയുള്ളൂ. അപ്പൊ ആ രീതിയിലുള്ള ഡെബ്രി ഒന്നും ഇപ്പൊ നീക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഹമാസ് ഇന്നലെ തന്നെ ഒരു ഓഫർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1 ടൈം റിലീസിന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു ഓഫർ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഹമാസ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന് ഇസ്രായേൽ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്. കാര്യം വേറെ ഒന്നുമല്ല, എത്ര പേര് ജീവനോടെ ഉണ്ട്? നിങ്ങൾ ഫുൾ ബന്ദികളുടെ ലിസ്റ്റ് തരൂ. ഇല്ലാതെ വെറും മൃതശരീരങ്ങൾ മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റിക്കോ. കാരണം നിങ്ങൾ ഇപ്പൊ തന്നെ സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസ്,
സീസ് ഫയർ ഡീലിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ബന്ദികളായിട്ടുള്ള ആൾക്കാർ ഏതാണ്ട് 70-ൽ പരം ആൾക്കാരെ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിലും 50-ൽ പരം ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് ഹമാസിന്റെ വാദം. പക്ഷേ ഇസ്രായേലിന്റെ ഒരു അനുമാനം എന്ന് പറഞ്ഞാൽ ഒരു 30-ൽ പരം ആൾക്കാർ ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇസ്രായേൽ കരുതുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ വൺ ടൈം ഡീലൊക്കെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ആദ്യം എത്ര പേര് ജീവനോടെ ഉണ്ടെന്നുള്ളതിന്റെ ലിസ്റ്റ് തരൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ലിസ്റ്റ് തരാതെ ഒരിക്കലും ഇതിലൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ വ്യക്തമായ ചോദ്യമാണ്. കാരണം വേറെ ഒന്നുമില്ല, ഈ നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ജീവനറ്റ ശരീരം വെച്ചുകൊണ്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഇസ്രായേൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഹമാസ് പൂർണ്ണമായിട്ടും പുറത്തു പോകണം എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിനോടനുബന്ധിച്ച് ഈ ഒരു പ്രഖ്യാപനം വൺ ടൈം റിലീസ് പ്രഖ്യാപിച്ച സമയത്ത് തന്നെ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹമാസ് പൂർണ്ണമായിട്ടും പുറത്തു പോകണം എന്നുള്ളത്. അപ്പൊ അതിനെ ഗണ്ണിച്ചുകൊണ്ട് ഹമാസിന്റെ ലീഡർ പറഞ്ഞിരിക്കുന്നത്, ഇതിനകത്തൊരു കാര്യം ഓർമ്മിപ്പിക്കേണ്ടത്, പാലസ്തീനിയൻ ജനത അല്ലെങ്കിൽ ഈ ഗാസൻസ് എങ്ങനെയാണ് ഹമാസിനെ പുറത്താക്കാൻ പറയുന്നത്? അവരിപ്പം ഈ ഒരു ആഘോഷവും ഈ കൊച്ചുകുട്ടികളുടെ ബോഡിയൊക്കെ വെച്ചുകൊണ്ട് നടത്തുന്ന ഈ ഒരു പ്രകടനവും ഈ ഒരു ഇതൊക്കെ കണ്ടവർ ആഘോഷിച്ച് ആഘോഷ തിമിർപ്പിൽ നിൽക്കുകയാണ്. അപ്പൊ ആ ജനത ഹമാസിനെ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുകയാണ്. അവർ ഹമാസിന് വേണ്ടിയിട്ട് തീവ്രവാദികളെ നിരന്തരം ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാക്ടറി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ഗാസ. പിന്നെ എങ്ങനെയാണ് അവിടെ നിന്ന് ഈ ആൾക്കാരെ പുറത്തു പോകാൻ പറയുന്നത്? ഒരിക്കലും ഇത് സംഭവിക്കാത്ത കാര്യങ്ങളാണ്. അപ്പം ഹമാസ് എന്താണ് പറയുന്നത് വെച്ചാൽ നമ്മൾ പുറത്തു പോകത്തില്ല, അത് തന്നെയാണ് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത്. നമ്മൾ പുറത്തു പോകണോ വേണ്ടോ എന്നുള്ളത് പാലസ്തീനിയൻ ജനതയാണ് തീരുമാനിക്കേണ്ടത്, നമ്മളല്ല തീരുമാനിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഹമാസ് പറഞ്ഞിരിക്കുന്നത്. അത് തികച്ചും ഞങ്ങൾ പുറത്തൊന്നും പോകത്തില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഹമാസ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് വീണ്ടും ഇസ്രായേലിന്റെ ഉള്ളിൽ ഹമാസിനെതിരെയുള്ള ഒരു നിലപാട് ഘടിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കഴിഞ്ഞ 18-ാം തീയതി ന്യൂയോർക്ക് സിറ്റിയിൽ 2 സംഘടനകൾ തമ്മിൽ കൂട്ടത്തല്ല്. സംഘടനകൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, പാലസ്തീനെ അനുകൂലിക്കുന്ന പാലസ്തീനികളും ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ജൂവിഷ് സംഘടന, 2 സംഘടനകളും തമ്മിൽ ഒരു റാലി ആയിരുന്നു നടത്തിയത്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ട് റാലി നടത്തി വന്നപ്പോഴത്തേക്കും ഒരു സ്ഥലത്ത് വന്നപ്പോഴത്തേക്കും ഇവർ രണ്ടും തമ്മിൽ കൺഫ്രണ്ട് ചെയ്ത് പറഞ്ഞാൽ അവർ ഒരു സൈഡിൽ നിന്ന് വരുന്നുണ്ട് റോഡിന്റെ, ഇവർ മറ്റൊരു സൈഡിൽ നിന്ന് വരാണ്. അപ്പൊ രണ്ടുപേരും കൂടെ അവിടെ ഫേസ് ടു ഫേസ് വരേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇവരുടേതായിട്ടുള്ള ശ്ലോകങ്ങൾ, ഈ ശ്ലോകങ്ങളെല്ലാം യൂതർക്കെതിരെ, പിന്നെ യഹൂദരുടെ സൈഡിൽ നിന്ന് ഒരു ഗോ ടു ഹെൽ എന്ന് പറഞ്ഞുള്ള വാചകവുമായിട്ട് ഈ പാലസ്തീനികൾക്കും ഹമാസുകൾക്കും എതിരെയുള്ള വാചകങ്ങൾ. അപ്പൊ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ് ആയി കൂട്ടത്തല്ലായിരുന്നു. കൂട്ടത്തല്ല വെച്ചാൽ പൊരിഞ്ഞ തല്ല്. ഒരുപാട് പേർക്ക് പരിക്കേറ്റു എന്നാണ് അറിയാൻ കഴിയുന്നത്. ന്യൂയോർക്ക് സിറ്റിയിലാണ് ഇത് സംഭവിച്ചത്. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞാൽ ഇറാനിൽ നിന്ന് വരുന്നതാണ്. ഇറാനിൽ വേറെ ഒന്നുമില്ല, ഇറാൻ എപ്പോഴും ഈ ഫോറിനേഴ്സിനെ അറസ്റ്റ് ചെയ്യുന്നത് ഒരു ഹോബി ആയിട്ട് വെച്ചിരിക്കുകയാണല്ലോ. കഴിഞ്ഞ വർഷം മാത്രം ഏതാണ്ട് 66 ഫോറിനേഴ്സിനെയാണ് അറസ്റ്റ് ചെയ്തത്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇറാനിലേക്ക് ടൂറിസ്റ്റ് ആയിട്ട് പോകുന്നെങ്കിൽ 1-ന് 10 തവണ ആലോചിച്ചിട്ടേ പോകാൻ പറ്റൂ എന്നുള്ള അവസ്ഥയാണ് വന്നിരിക്കുന്നത്. കാര്യം വേറെ ഒന്നുമല്ല, ക്രേഗ് ലിൻസി. ഈ ക്രേഗ് ലിൻസി എന്ന് പറയുന്ന ഇവർ രണ്ടും UK പൗരന്മാരാണ്, UK ആൾക്കാരാണ്. ഇവർ ശരിക്കും പറഞ്ഞാൽ മോട്ടോർ ബൈക്കിൽ ലോകം ചുറ്റി കറങ്ങുന്ന ആൾക്കാരാണ്. ഒരുപാട് രാജ്യങ്ങൾ ഇവർ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവര് ലാസ്റ്റ് എത്തിയതാണ് ഇറാനിൽ. ഇറാനിലെത്തിയപ്പോഴത്തേക്ക് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാല് ഇറാൻ ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇവരെ അറസ്റ്റ് ചെയ്ത് ഡീറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാര്യം പറഞ്ഞത് ഇവര് ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ ചോർത്താൻ വേണ്ടി വന്നതായിട്ടാണ് ഇറാൻ ഇവരുടെ മേളിൽ പറഞ്ഞിരിക്കുന്ന ആരോപണം. അതിന് തെളിവുകളൊന്നും UK എംബസിക്കോ അല്ലെങ്കിൽ UKയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥാപനങ്ങൾക്കും ഇവർ കൈമാറിയിട്ടില്ല, ഒരു രേഖകളും. ഇവരെ പിടിച്ച് ഡീറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. അതിനെ UK ഇന്ന് ഗണ്ണിച്ചുകൊണ്ട് പുറത്തു വന്നിരിക്കുകയാണ്. വളരെ ഹാർഷ് ആയിട്ടുള്ള ഭാഷയിൽ തന്നെയാണ് ഇറാനെ വിമർശിച്ചുകൊണ്ട് പുറത്തു വന്നിരിക്കുന്നത്. കാരണം ഈ ഹ്യൂമാനിറ്റേറിയൻ കേസുകൾ ഇറാന്റെ ഉള്ളിൽ ദിവസേന വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വേറെ ഒന്നല്ല, ഇവരുടെ ജഡ്ജ്മെന്റ് തന്നെയാണ്. പല കേസുകളിലും ഇവരുടെ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ പല ചെറിയ ചെറിയ സില്ലി കേസുകൾക്ക് വരെ ഇറാന്റെ ഉള്ളിലുള്ള ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വധശിക്ഷയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് UK കൂടുതൽ ഇതിനകത്ത് വൈബ്രന്റ് ആയിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. കാര്യം വേറെ ഒന്നുമല്ല, അവർ പറഞ്ഞിരിക്കുന്നത്, ഇപ്പൊ UK ചോദിച്ചപ്പോഴത്തേക്കും ഇറാൻ പറഞ്ഞിരിക്കുന്ന എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ഇവരെ രാജ്യത്തിനുള്ളിൽ വന്ന് ഇവർ ബന്ധപ്പെട്ട ഏജൻസികൾ, ഇവര് പോയ സ്ഥലങ്ങള്, ഇവര് എടുത്ത ഫോട്ടോസ്, ഇതെല്ലാം തന്നെയാണ് ഇതിന്റെ കാരണമായി തീർന്നതെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതൊന്നും തെളിവ് സഹിതം സമർപ്പിച്ചിട്ടില്ല. ഇത് ജസ്റ്റ് ഒരു അലിഗേഷൻ ആയിട്ട് പറഞ്ഞുകൊണ്ട് ഇത് തന്നെയാണ് കാരണം എന്നുള്ള രീതിയിൽ ഇവര് ഇന്റലിജൻസ് രേഖകൾ ചോർത്താൻ വന്ന ആൾക്കാരാണെന്ന് കരുതിക്കൊണ്ടാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷ കഠിന തടവ് അല്ലെങ്കിൽ വധശിക്ഷ. ഈ രണ്ടിലൊന്നും ഉറപ്പാണ്. ഈ ഒരു കേസിൽ UKയുടെ ഇടപെടൽ ഏത് രീതിയിൽ മുന്നോട്ട് വരുന്നോ ആ രീതിയിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ ഈ ക്രെഗും ഈ ഒരു ലിൻസിയും 2 വർഷം അകത്ത് കടന്ന് അവസാനം വധശിക്ഷയ്ക്ക് പോകേണ്ട ഒരു അവസ്ഥയിൽ എത്തിപ്പെടും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കൂടുതൽ സൗദിയെ മുന്നോട്ട് കൊണ്ടുവരികയും അതേപോലെ തന്നെ ഖത്തറിനെ സൈഡ് ലൈൻ ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം. അതുകൊണ്ട് തന്നെയാണ് ഖത്തർ ഡിപ്ലോമാറ്റിക് ആയിട്ട് കുറച്ചുകൂടെ ഡിഫറന്റ് സ്റ്റാൻഡ് എടുത്ത് മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇറാൻ വിസിറ്റ് ഈ ഒരു ആഴ്ചയിൽ തന്നെ ഉണ്ടാവും എന്നാണ് കരുതപ്പെടുന്നത്. 3 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഖത്തർ എമീർ ഇറാൻ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു വിതൗട്ട് എനി റീസൺ. അപ്പൊ ആ ഒരു റീസൺ ഇല്ലാതെ പോകുന്നതിന്റെ കാര്യം വേറെ ഒന്നുമില്ല, അമേരിക്കയുടെ നിലപാടുകൾക്ക് വളരെ സൈലന്റ് ആയിട്ട് പ്രതികരിക്കുക എന്നുള്ള നിലയിലാണ് ഈ ഒരു ഇറാൻ വിസിറ്റ് പ്ലാൻ ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.